ഇപ്പോഴാണ് സഹകരണ ബാങ്കിലെ ലോൺ കൊടുക്കാത്തതിൻ്റെ ഗുട്ടൻസ് എനിക്ക് മനസ്സിലായത്. ഞാൻ ഒരു വർഷമായിട്ട് എൻ്റെ അടുത്തുള്ള ബാങ്കിൽ ഒരു വർഷം മുമ്പ് ചെന്നു ലോണിന്. അവിടെ ഷെയർ കൊടുക്കുന്നില്ല എന്ന് ആദ്യം പറയുകയും ലോൺ കൊടുക്കേണ്ട എന്നാണ് തീരുമാനം എന്ന് അവരെ അറിയിക്കുകയും ചെയ്തു. അതിനുശേഷം ഞാൻ ഈ ഒരു 6 മാസത്തിന് ശേഷം വീണ്ടും അവരെ ബോർഡ് മെമ്പർമാരെ ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞത് ഇപ്പോൾ ഷെയർ കൊടുക്കുന്നില്ല, ലോൺ കൊടുക്കേണ്ട എന്നാണ് തീരുമാനം എന്ന് പറയുകയും ചെയ്തു. അതിനുശേഷം ഇപ്പോഴാണ് എനിക്കതിൻ്റെ സത്യാവസ്ഥ മനസ്സിലായത്. ഇവർ ലോൺ കൊടുക്കാതെ കോപ്പറേറ്റീവ് സെക്ടറിൽ ലോൺ കൊടുക്കാതിരിക്കാനുള്ള കാരണങ്ങൾ ഇന്നാണ് എനിക്ക് വ്യക്തമായത്. ഒരു വാർത്ത വന്നപ്പോഴാണ് അത് എനിക്ക് വ്യക്തമായത്. വ്യാജരേഖയിൽ വായ്പ. സഹകരണ ബാങ്ക് ക്ലാർക്കിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി. സഹകരണ സംഘത്തിലെ അംഗങ്ങളുടെ പേരിൽ വ്യാജരേഖ ഉണ്ടാക്കി മതിയായ ഈടില്ലാതെ സ്വന്തം പേരിലും കുടുംബാംഗങ്ങളുടെ പേരിലും കോടിക്കണക്കിന് രൂപയുടെ വായ്പ എടുത്തുന്ന കേസിൽ മൂന്നാം പ്രതി മാളക്കുറുവലശ്ശേരി സഹകരണ ബാങ്ക് ജൂനിയർ ക്ലർക്ക് മാള വടവ ആത്തപ്പള്ളി ഡോജോ ഡേവിസിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ ജില്ലാ സെഷൻസ് ജഡ്ജി പി ശ്രീധരലി തള്ളി. UDF ഭരിക്കുന്ന ബാങ്കിലെ മുൻ പ്രസിഡന്റ് AR രാധാകൃഷ്ണൻ, മുൻ സെക്രട്ടറി KB സജീവ് എന്നിവർ കേസിൽ 1ഉം 2ഉം പ്രതികളാണ്. ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. മതിയായ ഈടില്ലാതെ മറ്റു പ്രതികളുടെയും കുടുംബാംഗങ്ങളുടെയും പേരിൽ 1,80,00,000 രൂപയും 18 വായ്പകൾ എടുക്കുകയും മറ്റു അംഗങ്ങളുടെ പേരിലുള്ള വായ്പകളിൽ വായ്പ സംഖ്യ മറച്ചുവെച്ച കൂടുതൽ തുക കാണിച്ച് 23 ലക്ഷത്തോളം രൂപ തട്ടിയെടുക്കുകയും ചെയ്തു എന്നാണ് പരാതി. വായ്പ തുക തിരിച്ചടച്ചിരുന്നില്ല. 3 കോടിയിലധികം രൂപ ബാങ്കിന് ഇതുമൂലം നഷ്ടം വന്നു. സഹകരണ ജോയിന്റ് ഡയറക്ടർ ഓഡിറ്റ് നടത്തിയ പരിശോധനയിലാണ് ക്രമക്കേട് നടത്തിയത്. സംഘം സെക്രട്ടറി ജില്ലാ പോലീസ് മേധാവിക്ക് നൽകിയ പരാതിയിലാണ് മാള പോലീസ് കേസെടുത്തത്. പിന്നീട് കേസ് ക്രൈംബ്രാഞ്ചിന് വിട്ടു. ഇതിനുശേഷമാണ് പ്രതി ജാമ്യാപേക്ഷ നൽകിയത്. പ്രോസിക്യൂഷന് വേണ്ടി ജില്ലാ പബ്ലിക് പ്രോസിക്യൂട്ടർ KB സുനിൽകുമാർ ഹാജരായി. ഇതേപോലെ ഒരു സംഭവമാണ് എൻ്റെ അടുത്തുള്ള ബാങ്കിൽ നടന്നത്. അവിടുത്തെ ഒരു സെക്രട്ടറി 1 കോടി രൂപയോളം അടുത്തും ഇതുപോലെ തിരിമറി നടത്തുകയും അത് കേസാവുകയും ചെയ്തു. ഇതിലൊന്നും അറസ്റ്റുകൾ നടക്കുന്നില്ല എന്നുള്ളതാണ് വിരോധാഭാസമായ കാര്യം. കേസുകൾ കോടതിയിൽ എത്തുകയും ഇതൊക്കെ ഓഡിറ്റ് ചെയ്യുന്ന ആൾക്കാർ പല കേസുകളും ഓഡിറ്റ് ചെയ്ത് കഴിയുമ്പോൾ വർഷങ്ങൾ കഴിഞ്ഞാണ് ഇതുപോലെയുള്ള കേസുകൾ പിടിക്കപ്പെടുന്നത് എന്ന ഒരു വിരോധാഭാസമായ കാര്യമാണ്. ഇതുകൊണ്ട് സാധാരണക്കാരായ ജനങ്ങൾക്ക് ലോൺ ഒരു ആവശ്യത്തിന് ചെല്ലുമ്പോൾ ലോൺ കിട്ടാത്ത ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഇതുപോലുള്ള സഹകരണ മേഖലയിലെ വൻകിട തട്ടിപ്പുകളിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ബോർഡ് മെമ്പർമാരും സ്റ്റാഫുകളുമെല്ലാം ചേർന്നുള്ള ഒരു ജോയിൻ്റ് സഹകരണമായ ഒരു തട്ടിപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ പൊതുജനങ്ങൾ പ്രതികരിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. ജനങ്ങൾക്ക് ഉപകാരമാകേണ്ട ഒരു പ്രസ്ഥാനം ഇപ്പോൾ ജനങ്ങൾക്ക് യാതൊരുവിധ ഉപകാരമില്ലാത്ത ഒരു രീതിയിലാണ് പോകുന്നത്. ഇത് വൻകിടക്കാരന് വേണ്ടി മാത്രം തുറന്നു വച്ചിരിക്കുന്ന ഒരു പ്രസ്ഥാനമായി മാറിയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളൊരു ആവശ്യത്തിന് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഷെയർ തരികയോ അല്ലെങ്കിൽ നമുക്ക് ലോൺ തരികയോ ചെയ്യില്ല. നമ്മൾ 30 ലക്ഷം രൂപയുടെ പ്രോപ്പർട്ടി നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൽ 10 ലക്ഷം രൂപയാണ് ഇവർ ലോൺ തരുന്നത്, പേഴ്സണൽ ലോൺ. എന്നാൽ നമുക്ക് 10 ലക്ഷം രൂപയായിരിക്കും ലോൺ തരുന്നത്. എന്നാൽ ഇവരുടെ ആൾക്കാർ ചെന്ന് കഴിഞ്ഞാൽ 30 ലക്ഷം രൂപയുടെ പ്രോപ്പർട്ടിയിൽ 50ഉം 60 ലക്ഷം രൂപ കൊടുക്കുകയും ചെയ്തു. ഇങ്ങനെയാണ് പല സഹകരണ ബാങ്കുകളും പൊട്ടിപ്പൊളിഞ്ഞ് നാമാവശേഷം ആകുന്നത്. ഇവർ തിരിച്ചടയ്ക്കുകയില്ല. 30 ലക്ഷം രൂപയുടെ ലാൻഡ് ഇവർ കൊണ്ടുവെക്കും. ഇവർക്ക് 60 ലക്ഷം രൂപയും 50 ലക്ഷം രൂപയും അതിൽ ലോൺ കിട്ടും ഇവരുടെ ആൾക്കാർക്ക്. നമ്മൾ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ നമുക്ക് 30 ലക്ഷം രൂപയുടെ ലാൻഡിൽ നമുക്ക് 10 ലക്ഷം രൂപ കിട്ടും. ഇങ്ങനെയൊക്കെയാണ് പല സഹകരണ ബാങ്കുകളും ഇവർ തിരിച്ചടയ്ക്കാതെ വരികയും ബാങ്കുകൾ നഷ്ടത്തിലേക്ക് പോവുകയും ചെയ്യുന്നു. ഇപ്പോൾ പല ബാങ്കുകളും ഞാൻ പറഞ്ഞിടത്തോളം പല സഹകരണ ബാങ്കുകളും സ്റ്റാഫുകൾക്ക് ശമ്പളം കൊടുക്കാൻ വേണ്ടി മാത്രം തുറന്നു വച്ചിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് നടക്കുന്നത്. അവിടെ സ്റ്റാഫുകളാണല്ലോ ബോർഡ് മെമ്പർമാരുടെ സ്വന്തം ആൾക്കാർ മാത്രമായിരിക്കും. അവിടെ നടക്കുന്നത് പിൻവാതിൽ നിയമനങ്ങളാണ് മൊത്തം നടക്കുന്നത്. അതുകൊണ്ട് സ്റ്റാഫുകൾ ബോർഡ് മെമ്പർമാർ പറയുന്ന പോലെ തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊരു ലോണിന് ഒരു ആവശ്യത്തിന് ചെന്ന് കഴിഞ്ഞാൽ ഒരു കാര്യം നടക്കില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇപ്പോൾ അതുകൊണ്ട് എല്ലാവരും ചെയ്യേണ്ട കാര്യം എന്ത് കഴിഞ്ഞാൽ ഡിപ്പോസിറ്റുകൾ പിൻവലിച്ച് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അങ്ങനെയുള്ള ബാങ്കുകളിലേക്ക്, സർക്കാർ ഗ്യാരണ്ടിയുള്ള ബാങ്കുകളിലേക്ക് എത്രയും പെട്ടെന്ന് ഡിപ്പോസിറ്റുകൾ ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഇത് എന്ന് വേണമെങ്കിലും പൊട്ടിത്തകരാവുന്ന ഒരു പ്രസ്ഥാനമാണ്. നിങ്ങളുടെ കാശ് നഷ്ടപ്പെടും എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. സാധാരണക്കാർക്ക് വേണ്ടി തുടങ്ങിയ ബാങ്ക് ഇപ്പോൾ വൻകിട കുത്തകക്കാർക്ക് വേണ്ടി മാത്രമുള്ള ഒരു ബാങ്കായി മാറിക്കഴിഞ്ഞിരിക്കും. തൃശ്ശൂർ ബാങ്കിലാണ് നടക്കുന്നത്. അടുത്തത് മുടന്തുരുത്തി ബാങ്കിലെയാണ്. സഹകരണ ബാങ്കിലെ വായ്പാ തട്ടിപ്പിൽ ആരോപണ വിധേയനായ കോൺഗ്രസ് പഞ്ചായത്ത് അംഗത്തെ LDF പ്രവർത്തകർ പഞ്ചായത്തിന് മുന്നിൽ
ഓഫീസിന് മുന്നിൽ തടഞ്ഞത് സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു. കഴിഞ്ഞ ദിവസം രാവിലെ പഞ്ചായത്ത് കമ്മിറ്റിയിൽ പങ്കെടുക്കാനെത്തിയ സ്ഥിരസമിതി അധ്യക്ഷൻ രതീഷ് കെ ദിവാകരനെയാണ് ഓഫീസിൽ കയറ്റാതെ CPIMകാർ തടഞ്ഞത്. വായ്പാ തട്ടിപ്പ് കേസിൽ പ്രതി ചേർക്കപ്പെട്ട പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് കൂടിയായ റെഞ്ചി കുര്യനെയും രതീഷ് കെ ദിവാകരനെയും തടയാനായിരുന്നു LDF തീരുമാനം. എന്നാൽ റെഞ്ചി കുര്യൻ എത്തിയില്ല. രതീഷ് കെ ദിവാകരനെ പ്രവർത്തകർ ഓഫീസിന് മുന്നിൽ തടഞ്ഞു. ഇതിനെതിരെ മറ്റു കോൺഗ്രസ് സംഘടനകളും രംഗത്ത് വന്നതോടെ സംഘർഷാവസ്ഥയായെന്നാണ് പറയുന്നത്. പോലീസ് എത്തി LDF പ്രവർത്തകരെ അറസ്റ്റ് നീക്കിയതോടെയാണ് രംഗം ശാന്തമായത്. കൺവീനർ ടോമി വർഗീസ് അധ്യക്ഷത വഹിച്ചു. PN പുരുഷോത്തമൻ, CPI ലോക്കൽ സെക്രട്ടറി, കോൺഗ്രസ് നിയോജകമണ്ഡലം പ്രസിഡന്റ്, LDF പഞ്ചായത്ത് പാർലമെന്ററി നേതാവ് എന്നിവരെല്ലാം പ്രസംഗിച്ചു. എന്നാൽ വായ്പാ തട്ടിപ്പ് സംഭവത്തിൽ തനിക്കെതിരെ കേസില്ലെന്നും പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ തന്നെ തടഞ്ഞതിന് കയ്യേറ്റം എന്നൊക്കെയാണ് ഇയാൾ പറയുന്നത്. പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകിയിട്ടുണ്ടെന്ന് രതീഷ് കെ ദിവാകരൻ പറയുന്നു. ഈ UDF ഭരിക്കുന്ന സഹകരണ ബാങ്കുകൾ മിക്കതും തന്നെ അഴിമതി തട്ടിപ്പുകൾക്ക് ആരോപണ വിധേയമാണ്. പല തെളിവുകളും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുകൊണ്ടാണ് ഇവർ നമ്മളെപ്പോലുള്ള സാധാരണക്കാർ ഈ സഹകരണ ബാങ്കുകളെ സമീപിച്ച് കഴിഞ്ഞാൽ നമുക്ക് ലോൺ തരാത്തത്. എന്തുകൊണ്ട് തന്നെ ഇവർക്ക് കോടിക്കണക്കിന് രൂപകൾ കിട്ടാനുണ്ട്. പൈസ തരാൻ ഇവരുടെ ആ ബാങ്കിലില്ല. നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ അതിനെ പട്ടിയാക്കുന്ന വർത്തമാനമാണ് ഇവർ പറയുന്നത്. ഒരു ബോർഡ് മെമ്പർ പറയുന്ന കാര്യമല്ല മറ്റൊരാൾ പറയുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഒരാൾ പറയും ഷെയർ കൊടുക്കുന്നുണ്ട്, ലോൺ കൊടുക്കുന്നുണ്ടെന്ന് പറയും. മറ്റൊരാൾ പറയും ഷെയർ കൊടുക്കുന്നില്ല, ഇപ്പോൾ ലോൺ കൊടുക്കുന്നില്ല എന്ന്. അത് കഴിയുമ്പോൾ നമ്മൾ വീണ്ടും വിളിച്ച് കഴിയുമ്പോൾ ഇവർ പറയും പ്രസിഡൻറ്റിനെ വിളിക്കും. പ്രസിഡൻറ്റിനെ വിളിച്ച് പറയുമ്പോൾ പ്രസിഡൻറ്റ് പറയും ആദ്യം പറയും ഷെയർ കൊടുക്കുന്നില്ല എന്ന്. അതിൻ്റെ റീസൺ ചോദിച്ചു കഴിഞ്ഞാൽ പറയും അത് ഗവൺമെൻറ്റിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടെന്ന്. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറയും ഷെയർ കൊടുക്കുന്നുണ്ട്, പക്ഷേ ലോൺ കൊടുക്കുന്നില്ല. ഇങ്ങനെ മുമ്പിൽ ഉരുണ്ട് കളിക്കുന്ന നിലപാടുകളാണ് ഞാൻ എൻ്റെ അടുത്തുള്ള ബാങ്കിൽ സമീപിച്ചപ്പോൾ എനിക്കുണ്ടായത്. എനിക്ക് ഷെയർ എടുക്കാനും പറ്റിയിട്ടില്ല. ഒരു കൊല്ലമായിട്ട് ഞാൻ അവിടെ കയറി ഇറങ്ങുന്നു, അവരെ കോൺടാക്റ്റ് ചെയ്യുന്നു, ഫോണിൽ കോൺടാക്റ്റ് ചെയ്തു. ഒരു ബോർഡ് മെമ്പർ പറഞ്ഞു ഷെയർ കൊടുക്കുന്നില്ല എന്ന്. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ വിളിച്ചപ്പോൾ പറഞ്ഞു ഷെയർ കൊടുക്കുന്നുണ്ട്, ലോൺ കൊടുക്കുന്നില്ല എന്ന്. ഒരു കൊല്ലം മുമ്പ് ഞാൻ ബന്ധപ്പെട്ടപ്പോൾ പറഞ്ഞത് ഇപ്പോൾ ലോൺ കൊടുക്കുന്നില്ല, അങ്ങനെയാണ് നിർദ്ദേശമെന്ന്. അത് കഴിഞ്ഞ് ഞാൻ ഈ അടുത്ത കാലത്ത് വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു ഷെയർ കൊടുക്കുന്നില്ല എന്നാണ് ബോർഡ് കമ്മിറ്റിയുടെ തീരുമാനമെന്ന്. അത് കഴിഞ്ഞപ്പോൾ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എന്നെ തിരിച്ച് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു ഷെയർ കൊടുക്കുന്നുണ്ട്, ലോൺ കൊടുക്കാൻ 1 മാസം എടുക്കും ലോൺ എടുക്കാറുണ്ട്. പക്ഷേ ഇവരുടെ ആൾക്കാരാണെങ്കിൽ ലോണിന് അപേക്ഷ വെച്ച് 4-5 ദിവസത്തിനുള്ളിൽ ഇവർക്ക് ലോൺ പാസ്സാക്കി കൊടുക്കുകയും ചെയ്തു. നമ്മൾ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കാരണം എനിക്ക് മനസ്സിലാകുന്നില്ല. ഇവരുടെ ഈ ഞാൻ പറഞ്ഞ ബാങ്കിൽ മുൻ സെക്രട്ടറി 1 കോടി രൂപ അടുത്താണ് വെട്ടിപ്പ് നടത്തിയത്. ആ കേസ് ഇതുവരെ തീർന്നിട്ടില്ല. അതിൻ്റെ കേസ് അയാളുടെ പേരിൽ ഇപ്പോഴും കേസ് നിലനിൽക്കുന്നുണ്ട്. ഇതുപോലുള്ള കേസുകളിൽ വെട്ടിപ്പ് നടത്തുന്നവർ അറസ്റ്റിലാക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വിരോധാഭാസം. ഇവരെ ഓൺ ദ സ്പോട്ടിൽ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെയുള്ള വെട്ടിപ്പുകൾ കുറേയൊക്കെ കുറയുമെന്നുള്ളതാണ് സത്യാവസ്ഥ. ഇതിനെതിരെ ആരും പ്രതികരിക്കുന്നില്ല എന്നുള്ളതാണ് സത്യസന്ധമായ കാര്യം. ഈ കോപ്പറേറ്റീവ് ബാങ്കിൽ പലിശയും മറ്റുള്ള ചില ബാങ്കുകളെ അപേക്ഷിച്ച്, നാഷണലൈസ്ഡ് ബാങ്കുകളെ അപേക്ഷിച്ച് പലിശയും കൂടുതലാണ്. ഇവിടെ 14% വരെ പലിശ ഇവർ മേടിക്കുന്നുണ്ട്. ഇവർ പലിശ കൂട്ടുന്നത് എങ്ങനെയാണെന്ന് പോലും എടുക്കുന്നവർക്ക് പലർക്കും മനസ്സിലാകുന്നില്ല. കൂട്ടുപലിശ, അതിൻ്റെ പലിശ എന്നൊക്കെ കൂട്ടി ഇവർ മുതലെടുക്കുന്നതിൻ്റെ 4 ഇരട്ടി വരെ ഇവർ മേടിക്കുന്ന പല സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. ജനങ്ങളെ കൊള്ളയടിക്കുന്ന ഒരു സ്ഥാപനമായി മാറുന്നു. അതുപോലെ തന്നെ തട്ടിപ്പിൻ്റെ ഒരു കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുകയാണിത്. ഇവർ ഒരു 60% കോപ്പറേറ്റീവ് സ്ഥാപനങ്ങൾ, സഹകരണ ബാങ്കുകളും പൊട്ടിത്തകർന്ന് തരിപ്പണമായിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടെയുള്ള നിങ്ങൾക്ക് ഡിപ്പോസിറ്റുകൾ ഉണ്ടെങ്കിൽ, അതുപോലെ എന്തെങ്കിലും ഇടപാടുകളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തീർത്തിട്ട് വേറെ ബാങ്കുകളിലേക്ക് പോകുന്നതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. ഇത് അങ്ങേയറ്റം പോയി കഴിഞ്ഞാൽ ഒരു 4 അല്ല 5 കൊല്ലത്തേക്കുള്ളിൽ മുന്നോട്ട് പോയില്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. കേരളത്തിൽ ഏറ്റവും കൂടുതൽ അഴിമതി നടക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഇപ്പോൾ സഹകരണ പ്രസ്ഥാനം എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ ബുദ്ധിപൂർവ്വം ചിന്തിച്ച് ഈ പ്രസ്ഥാനങ്ങളിൽ നിന്ന് ഡിപ്പോസിറ്റ് പിൻവലിച്ച് ഇതുപോലുള്ള അഴിമതികൾക്കെതിരെ പൊതുജനങ്ങൾ പ്രതികരിക്കേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ പ്രതികരണശേഷി ഇല്ലാത്ത ഒരു സമൂഹം കൊണ്ടാണ് ഇവർ ഇതുപോലെ അഴിമതി വെട്ടിപ്പുകൾ നടത്തി മുന്നോട്ട് പോകുന്നത്. അതുപോലെ നിയമങ്ങൾ ശക്തമാകുന്ന ഒരു കാലഘട്ടം
അതിക്രമിച്ചു കഴിഞ്ഞു. ഈ സഹകരണ മേഖലയിൽ അഴിമതി നടത്തുന്നവരെ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം ഇവരുടെ സ്വത്ത് ബോർഡ് മെമ്പർമാരുടെയും സ്റ്റാഫുകളുടെയും വെട്ടിപ്പ് നടത്തുന്ന ഏത് സ്റ്റാഫ് വെട്ടിപ്പ് നടത്തി കഴിഞ്ഞാൽ ഒരു സഹകരണ ബാങ്കിൽ വെട്ടിപ്പ് നടന്നു കഴിഞ്ഞാൽ അവിടുത്തെ ബോർഡ് മെമ്പർമാരുടെയും സ്റ്റാഫുകളുടെയും സ്വത്ത് കണ്ടുകെട്ടുകയാണ് ചെയ്യുന്നത് ആ എമൗണ്ടിനുള്ളത്. അതാണ് നിയമത്തിൽ കൊണ്ടുവരേണ്ടത്. അങ്ങനെ വന്നാൽ മാത്രമേ ഈ വെട്ടിപ്പുകൾ കുറയുള്ളൂ കാര്യം മനസ്സിലാക്കുക. ഇതുപോലുള്ള നല്ല തീരുമാനങ്ങൾ കേന്ദ്ര സർക്കാർ എടുക്കുന്നുള്ള ഒരു ശുഭപ്രതീക്ഷയോടെ ഞാൻ എൻ്റെ വീഡിയോ നിർത്തുന്നു.